നമ്മുടെ ഈ ഒരു കൈ നമ്മൾക്ക് ഈ ഒരു മുദ്രയിൽ പിടിക്കാവുന്നതാണ്, ചിന്മുദ്ര. ഇത് നമ്മൾക്ക് നമ്മുടെ ഇടത്തെ മുട്ടിൽ ഇങ്ങനെ വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ മൂക്കുകൾ അടച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രാണായാമം ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനല് നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്നൊരു പ്രാണായാമമാണ് ചെയ്യുന്നത്. പ്രാണായാമം, വൈറ്റൽ എനർജി, നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ജീവശക്തി, ആയാമ, അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതാണ് നമ്മൾ പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെയും മനസ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ആ ഒരു എനർജിയെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട്. നമ്മൾ അതിൽ ഏറ്റവും എളുപ്പവും നമ്മൾക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതുമായിട്ടുള്ള പ്രാണായാമമാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോ നമ്മളുടെ ഒരു ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവ് വൈബോടെ ആയിരിക്കണം, അല്ലെ? നല്ലൊരു കാഴ്ച കണ്ട് നല്ലൊരു വ്യായാമം ഒക്കെ ചെയ്ത്, അതുപോലെ തന്നെ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് നമ്മുടെ ശരീരത്തെ ഓക്സിജനും അതുപോലെ തന്നെ സർക്കുലേഷനൊക്കെ കൂടുന്നതിനൊക്കെ നമ്മൾക്ക് നമ്മുടെ പ്രാണായാമം അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ഹൃദയത്തിലോട്ടും അതുപോലെ തന്നെ ബ്രെയിനിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യാനും നമ്മൾക്ക് നല്ലൊരു നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു റിഫ്രഷ്മെന്റ് കിട്ടാനായിട്ട് പ്രാണായാമം ഉപകരിക്കും. അപ്പോൾ നാഡീശോധന പ്രാണായാമമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ക്ലെൻസിങ്, അതായത് ശുദ്ധീകരണമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രാണായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതായത് നമ്മുടെ നാഡികൾ ശുദ്ധീകരിക്കുകയും അതിലൂടെ ഓക്സിജന്റെ സപ്ലൈ കൂട്ടാനും സർക്കുലേഷൻ കൂട്ടാനും മാനസികവും ശാരീരികവുമായിട്ടുള്ള പല അസുഖങ്ങൾ കുറയുന്നതിനും എന്നും ഒരു ഡേ മൊത്തം റിഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു പ്രാണായാമം നിങ്ങൾക്ക് വളരെയധികം സഹായകരമാകും. അതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ഡെയിലി നിത്യേന നമ്മൾക്കൊരു 10 മിനിറ്റോ 15 മിനിറ്റോ, അതായത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി പോലെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല ഓക്സിജൻ കിട്ടുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഏറ്റവും നല്ലത്, ടെറസിലാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ല ഓക്സിജൻ സപ്ലൈ ഉള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. പിന്നെ ഒരു മാറ്റോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇരിക്കാൻ പറ്റുന്ന, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും, നമുക്കൊരു ബ്ലാങ്കറ്റോ എന്താണെങ്കിലും മതി, നമ്മൾക്കത് ഇരിക്കാനായിട്ട് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കൂളായിരിക്കണം. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ ഒരു വ്യായാമ മുറകളോ അല്ലെങ്കിൽ പ്രാണായാമം പോലത്തുള്ള ബ്രീത്തിങ് എക്സസൈസുകളോ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഡിസീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് എന്തെങ്കിലും കഠിനമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണെങ്കിൽ നമ്മൾ അതൊരു പ്രാക്ടീഷണറോട് ചോദിച്ചതിന് ശേഷം മാത്രം പ്രാണായാമം ചെയ്യാൻ തുടങ്ങുക. അല്ലാതെയുള്ള കുട്ടികൾ ഒഴിച്ച്, ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ ഈ പ്രാണായാമം ശീലിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാഡീശുദ്ധി പ്രാണായാമമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നാഡികളെ ശുദ്ധീകരിക്കുന്നു. എന്തെങ്കിലും ബ്ലോക്കുകളോ നാഡികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു പ്രാണായാമത്തിലൂടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇത് ക്ലിയർ ചെയ്യുന്നത് വഴി നല്ലൊരു ഓക്സിജൻ സപ്ലൈ ഉണ്ടാകുന്നതിനും ബോഡിയുടെ സർക്കുലേഷൻ കൂട്ടുന്നതിനും ഒക്കെ ഇത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ
ബ്രീതിങ്, അതായത് ശ്വസന സംബന്ധമായിട്ടുള്ള ഡിസീസുകളുള്ള ആളുകൾക്ക് ഇത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ അലർജി, മൂക്കടപ്പ്, അതുപോലെ മൈഗ്രെയിൻ, അതുപോലെ സ്ട്രെസ്, ഒരുപാട് സ്ട്രെസ് ഉള്ളവർക്കും ഉറക്കക്കുറവുള്ളവർക്കും, അതുപോലെ നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന പല വൈകല്യങ്ങൾക്കും ഇത് നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ പ്രാണായാമം ഡെയിലി നമ്മൾക്കൊരു 10 മിനിറ്റോ 15 മിനിറ്റോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അപ്പോൾ തന്നെയൊക്കെ ഇത് ചെയ്യുന്നത് ശരീരത്തിന്, കാരണം ഒരു ഡൈജഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് പ്രാണായാമം ചെയ്യുന്നത് ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചതാണെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ശേഷം നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത് അതിരാവിലെ തന്നെയാണ്. അതിരാവിലെ ആ ഒരു ഫ്രഷ് മോർണിംഗിൽ ആ ഫ്രഷ് എയർ ഉള്ള ആ ഒരു സമയത്ത് ഇത് ചെയ്യുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ പ്രാണായാമം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഒരു 5 മിനിറ്റ് ഇരിക്കുക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ പൊസിഷൻ ആ ഒരു പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യാവുന്നതാണ്. നമ്മൾ 2 കൈകളും ഈ ഒരു മുദ്രയിൽ നമ്മുടെ 2 മുട്ടിലും പ്ലേസ് ചെയ്യുക. നട്ടെല്ലൊക്കെ നിവർത്തി വെക്കുക. അതിനുശേഷം നന്നായിട്ട് ശ്വാസം വലിച്ച് അകത്തേക്ക് എടുക്കുക. ശ്വാസം വലിച്ച് നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വയറൊരു ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വരും. അതിനുശേഷം ഒന്ന് ഹോൾഡ് ചെയ്യുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നമ്മൾക്ക് പ്രാണായാമത്തിലോട്ട് കിടക്കാം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരുപാട് തരത്തിലെ പ്രാണായാമങ്ങളുണ്ട്. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് നാഡീശുദ്ധി പ്രാണായാമമാണ്, അനിലോമ വിലോമ. ആദ്യം നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യാതൊരു സ്ട്രെസ്സോ യാതൊരു ഹെവിനെസ്സോ ഇല്ലാതെ സുഖകരമായിട്ട് തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു കൈ നമ്മൾക്ക് ഈ ഒരു മുദ്രയിൽ പിടിക്കാവുന്നതാണ്, ചിന്മുദ്ര. ഇത് നമ്മൾക്ക് നമ്മുടെ ഇടത്തെ മുട്ടിൽ ഇങ്ങനെ വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ മൂക്കുകൾ അടച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രാണായാമം ചെയ്യുന്നത്. അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഈ ഒരു മുദ്രയാണ്. അതിന് നമ്മൾ ഈ ഒരു വിരല്, ഈ 2 വിരല് താഴെ വെക്കുക. ഇത് നമ്മുടെ വലത്തെ കൈയാണ്. വലത്തെ കൈ ഈ 2 വിരലുകൾ നമ്മുടെ നടുവിരലും ചൂണ്ടുവിരലും ഈ ഒരു ഭാഗത്തേക്ക് വെക്കുക. വലത്തെ മൂക്ക് അടയ്ക്കാനായിട്ട് നമ്മൾ ഈ നമ്മുടെ തമ്പാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ. അതുപോലെ ഈ റിംഗ് ഫിംഗർ ആണ് നമ്മൾ ഇടത്തെ മൂക്ക് അടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ അടച്ചു പിടിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇടത്തെ മൂക്കിലൂടെയാണ് ആദ്യം ശ്വാസം എടുക്കുന്നത്. ശ്വാസം എടുക്കുന്നത് ഇടത്തെ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കും. അതുപോലെ വലത്തെ മൂക്കിലൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇതിൽ വരുന്നത് ആദ്യം ശ്വാസം എടുക്കുക, അതൊന്ന് ശ്വാസം പിടിച്ചു വെക്കുക, അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുക. അതായത് ഇൻഹലേഷൻ, റിട്ടൻഷൻ, എക്സലേഷൻ. നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസം പിടിച്ചു വെക്കുന്നു, അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. നമ്മൾ ശ്വാസം എടുക്കുന്നത് ഒരു കൗണ്ടിലൂടെയാണ്, 1 2 3 4. അതിനുശേഷം നമ്മൾ ശ്വാസം പിടിച്ചു വെക്കുന്നു. അത് നമ്മൾ 16 വരെ എണ്ണാവുന്നതാണ്. നമ്മൾ പിടിച്ചു വെക്കുന്നത് 4 ഇരട്ടി, നമ്മൾ എടുക്കുന്ന ശ്വാസത്തിന്റെ 4 ഇരട്ടിയാണ് നമ്മൾ പിടിച്ചു വെക്കുന്നത്. അതുപോലെ എടുക്കുന്ന ശ്വാസത്തിന്റെ 2 ഇരട്ടിയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ നമ്മൾ ഒരു തവണയോ 2 തവണയോ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുക. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ശ്വാസം എടുക്കുന്നില്ല, നിങ്ങൾക്കായിട്ട് ഞാനൊരു ഡെമോ കാണിക്കാം. അപ്പോൾ നിങ്ങളും ആ രീതിയിൽ തന്നെ ചെയ്തു തുടങ്ങുക. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു മുദ്രയിൽ കൈവെക്കുക. ഇതിങ്ങനെ, ഇത് താഴോട്ട് വെക്കുക, ഇങ്ങനെ. ഇതാണ് നമ്മുടെ മുദ്ര. വലത്തെ മൂക്ക് നമ്മൾ ഈ തമ്പ് കൊണ്ട് അടയ്ക്കുക, ഇടത്തെ മൂക്ക് നമ്മൾ റിംഗ് ഫിംഗർ കൊണ്ട് അടയ്ക്കുക. ഇനി ഈ റിംഗ് ഫിംഗർ തുറന്നിട്ട്, നമ്മുടെ ഇടത്തെ മൂക്ക് തുറന്നിട്ടാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. ഹോൾഡ് ചെയ്യുക, വലത്തെ റിംഗ് ഫിംഗർ കൊണ്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുക.
അതിനുശേഷം വലത്തെ മൂക്ക് തുറന്നിട്ട് നമ്മൾ ശ്വാസം വിടുക. വീണ്ടും നമ്മൾ ശ്വാസം എടുക്കുന്നത് വലത്തെ മൂക്കിലൂടെയാണ്. ഹോൾഡ് ചെയ്യുക. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം വിടുക. ഇതാണ് ഒരു റൗണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുദ്രകൾ നോക്കുക. ഇത് നമ്മുടെ മുദ്ര, ഇത് നമ്മുടെ ഇടത്തെ കാലിൽ പ്ലേസ് ചെയ്യുക, ഇടത്തെ മുട്ടിൽ പ്ലേസ് ചെയ്യുക. ഈ ഒരു മുദ്ര എടുക്കുക. നമ്മൾ വലത്തെ മൂക്ക് നമ്മുടെ തമ്പ് കൊണ്ട് അടയ്ക്കുക, ഇടത്തെ മൂക്ക് റിംഗ് ഫിംഗർ കൊണ്ട് അടയ്ക്കുക. ഇത് നമ്മൾക്ക് ചെയ്തു തുടങ്ങാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രാണായാമം ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഒരു റൗണ്ട് ചെയ്യുന്നത് നമ്മുടെ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുക, വീണ്ടും പുറത്തേക്ക് വിട്ട ആ വലത് മൂക്കിലൂടെ തന്നെ നമ്മൾ വീണ്ടും ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ഇടത് മൂക്കിലൂടെ നമ്മൾ ശ്വാസം വിടുക. നമ്മളിപ്പോ സ്റ്റാർട്ടിംഗ് ആണ്, ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഇതൊരു 7-8 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ 4, 16, 8 ഈ ഒരു റേഷ്യോയിൽ തന്നെ ചെയ്യണം എന്നില്ല. നമ്മൾക്ക് വേണമെങ്കിൽ 2, പിന്നെ അതിന്റെ ഇരട്ടി 8, പിന്നെ 4 ഇങ്ങനെ വേണമെങ്കിലും ആ റേഷ്യോയിലും നമ്മൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രാണായാമ ക്രിയ നമ്മുടെ ശരീരത്തിന് വളരെയധികം പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നല്ല ബോഡിക്ക് ഒരു ഫുൾ കൂളിങ്ങും നമ്മുടെ ബ്രെയിനിന് നല്ലൊരു ഉണർവും ഒക്കെ തരുന്നതാണ്. നിങ്ങൾക്കിത് ഡെയിലി ശീലിക്കാവുന്നതാണ്. ഇപ്പോൾ രാവിലെ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയിരുന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രാണായാമം ശീലിക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ മാറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെയും കംഫർട്ടബിൾ ആയിട്ടിരുന്ന് നമ്മുടെ നട്ടെല്ല് സ്ട്രെയിറ്റ് ആക്കി നിവർത്തി വെച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കൊച്ചു തെറ്റുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ പരിഹരിച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതിന് അത് വളരെയധികം ഗുണകരമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമൻറ്റുകളെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിലായിരിക്കണം കമൻറ്റുകൾ ഇടുന്നതും. അതുപോലെ തന്നെ ചോദ്യങ്ങളും ക്ലിയർ ആയിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രാണായാമമാണ് നമ്മൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മോർണിംഗിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചാനൽ ഒന്ന് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.